സംസ്ഥാനത്ത് മാർച്ച് മാസം തുടങ്ങിയതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആയിട്ട് ഏഴാമത്തെ മാസമാവുകയാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം ഇത്രയും മാസത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക ആകുന്നത് ഇതാദ്യമായിട്ടാണ്. സംസ്ഥാനത്തെ 58 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 11,000 രൂപയോളമാണ് സർക്കാർ ഈ മാസത്തേത് കൂടി ചേർത്ത് വിതരണം ചെയ്യുവാനുള്ളത്. ഫണ്ട് വന്നാൽ ഉടൻ തന്നെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നതാണ്. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള ക്ഷേമ പെൻഷനുകളാണ് വിതരണം ചെയ്യുവാനുള്ളത്. ഇതിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷനുകൾ ഒരുമിച്ച് ചേർത്ത് 3,200 രൂപയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപായി വിതരണം നടത്തുവാനാണ് സർക്കാർ നടപടികൾ തുടരുന്നത്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൽ നിന്നും 4,000 കോടി രൂപയോളം സംസ്ഥാന സർക്കാരിന് ലഭിച്ചത്. നികുതി വരുമാനത്തിൻ്റെ സംസ്ഥാനങ്ങൾക്കുള്ള പങ്ക് വിതരണം ചെയ്ത വകയിലാണ് കേന്ദ്രത്തിൽ നിന്നും 4,000 കോടി രൂപ ഫെബ്രുവരി 29-ന് ലഭിച്ചത്. എന്നാൽ ആ തുക ക്ഷേമ പെൻഷന് ഉപയോഗിക്കാതെ സർക്കാർ ചിലവുകൾക്കായി ഉപയോഗപ്പെടുത്തുവാനാണ് സംസ്ഥാന ധനവകുപ്പ് നടപടി കൈക്കൊണ്ടത്. അത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം, മറ്റ് സർക്കാർ ചിലവുകൾക്കായി എടുക്കുകയാണ് ഉണ്ടായത്. അതിനാൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തിനായി നേരത്തെ തന്നെ തുടങ്ങിയ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നുള്ള വായ്പയാണ് ഉപയോഗിക്കുക. 2,000 കോടിയോളമാണ് സഹകരണ കൺസോർഷ്യത്തിൽ നിന്നും വായ്പ എടുക്കുക. സഹകരണ ബാങ്കുകൾ ആവശ്യപ്പെട്ട പോലെ വായ്പയുടെ പലിശ നിരക്ക് 8.8% നിന്നും 9.1% ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ചയോടെ ഈ വായ്പ പെൻഷൻ വിതരണ കമ്പനിക്ക് ലഭ്യമാവുകയും അതിനുശേഷം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടക്കുകയും ചെയ്യും. കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് കിട്ടിയതിനാൽ ഉടനെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഭാഗം വിതരണം നടത്തുമെന്ന് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് ശരിയല്ലെന്നും കേന്ദ്രത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം എത്തിയ തുക സർക്കാർ ഭരണ നടത്തിപ്പിനായി ഉപയോഗിച്ചുവെന്നും സഹകരണ കൺസോർഷ്യത്തിലെ വായ്പ ഉപയോഗിച്ചായിരിക്കും ക്ഷേമ പെൻഷനുകൾ വിതരണം ഉണ്ടാവുക എന്നാണ് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ ഇൻഫർമേഷൻ. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.